ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് വന്ന് നല്ല മൂടി നിൽക്കുന്ന കാലാവസ്ഥ കേട്ടോ. ഒരു വലിയൊരു മഴ കഴിഞ്ഞതാണ്. അപ്പോൾ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാമെന്നോർത്ത്, കിണറൊക്കെ ഒന്ന് കാണാമെന്നോർത്ത്, കിണറ്റിൽ നല്ല വെള്ളമാണ് കേട്ടോ. ഇന്നൊരു മഴ നന്നായിട്ട് പെയ്യുവാണെങ്കിൽ കിണറ്റിൽ നിറച്ചും വെള്ളം വരും. പിന്നെ മുറ്റത്ത് നല്ല വെള്ളം. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് മൊത്തം കണ്ടേക്കാമെന്നോർത്ത് മുറ്റത്തോടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങളുടെ നല്ല തണൽ മരങ്ങളാണ് കേട്ടോ. നല്ല തണലുമാണ്. മുറ്റത്ത് ഒരു ഇല വരെയും തരത്തില്ല, കാരണം ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ. ഈ മരം മുഴുവൻ ചെറിയ കിളികളുമാണ്. നല്ല അടയ്ക്കാക്കുരുവി, നാരായണക്കിളിയൊക്കെ ആയിട്ട് എപ്പോഴും കിളികളുടെ സൗണ്ടാണ്. രാവിലെ കതക് തുറന്ന് ഞാൻ ആദ്യമേ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നത് ഈ കിളികളുടെ സൗണ്ട് കേൾക്കാനാണ്. നല്ല രസമാണ്, ഒരു എനർജിയാണ്. പിന്നെ അന്നത്തേന് മഴ പെയ്തപ്പോഴത്തേന് ഞാൻ അകത്തോട്ട് കയറി കഥമൊക്കെ ജനലൊക്കെ ഒന്ന് കട്ടനൊക്കെ ഒന്ന് മാറ്റി, കട്ടൻ മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്ന് വെളിച്ചൊക്കെ ഏറ്റിയേക്കാന്ന് ഓർത്ത് കേട്ടോ. ആരും എഴുന്നേറ്റിട്ടില്ല. മോനെ ഇന്നലെ പള്ളിയിൽ ആൾത്താര ബാലകരെല്ലാവരും കൂടെ ടൂറിന് പോയേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൻ ഒത്തിരി രാത്രിയായി അവനെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കിടന്നു. പിന്നെ മഴയൊക്കെ അല്ലേ, നേരത്തെ എഴുന്നേറ്റിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പതിവ് പണി പോലെ തുണി അലക്കാനിട്ടു. ഇന്നലെ കഴുകി വെക്കുന്ന പാത്രങ്ങൾ എൻ്റെ സ്ഥാനത്തിട്ടു. ആരെയും വിളിച്ചേൽപ്പിച്ചാലും ഞാൻ തന്നെ ഒരു ചായ കുടിച്ചു കേട്ടോ. കാരണം ആരെയും വിളിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവരും താമസിച്ച് എഴുന്നേക്കുള്ളൂ എന്നറിയാം. അങ്ങനെ ഞാനും ചായ കുടിച്ചു. പിന്നെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചക്കപ്പുഴുക്കും പോത്തും കൂടെയായിട്ട് ബിരിയാണി പോലെ വെക്കുന്നത്. അത് നല്ല സ്പെഷ്യലാണത്. കാരണം പോത്തിൻ്റെ വാരിയിലും നെഞ്ചും കൂടിൻ്റെ അകത്തുള്ള ഇറച്ചിയെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, നന്നായിട്ട് ഇഞ്ചി വേണം, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അകത്തേക്കിട്ട് വേവിക്കാൻ വെക്കും. എന്നിട്ടൊരു 5-6 പിസിലടിക്കണം. നന്നായിട്ട് കൂവണം കേട്ടോ. കൂവി കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വട്ടത്തിലുള്ള നന്നായിട്ട് വലിയൊരു പാത്രം, നോൺസ്റ്റിക്കർ പാത്രത്തിലേക്ക് ഇതിട്ട് ഇറച്ചിയിടുക. അതിൻ്റെ മുകളിലേക്ക് ചക്ക അരിഞ്ഞു വെച്ചതും ചക്കയ്ക്കുള്ള അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് ചെറു തീയിലിട്ട് ചക്ക വേവിക്കണം. ആ വെള്ളം മതി, ഇറച്ചിയുടെ വെള്ളം. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുഴയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ മഴക്കാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമായിട്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റു. സമയം 10 മണിയായി. എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നല്ല ചൂടൻ ചക്കപ്പുഴുക്കും ബിരിയാണിയും കൂടെ കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു മോള്. അപ്പം ഞങ്ങളുടെ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബീറ്റ്റൂട്ട് തോരനും മോരുകറിയും മീനാണ് കേട്ടോ. മീൻ നന്നായിട്ട് വറുത്തു. അങ്ങനെ നല്ല ചൂടൻ ചോറ്, 1 മണി കഴിഞ്ഞു കേട്ടോ. നല്ല ചൂടൻ ചോറും നല്ല മീൻ വറുത്തതും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട പച്ചമോരും നല്ല ബീറ്റ്റൂട്ട് തോരനും ഞങ്ങളുടെ ഹോം മെയ്ഡ് കപ്പളങ്ങ അച്ചാറും കേട്ടോ. ഞങ്ങളെല്ലാവരും ചോറിനാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗെല്ലാം തീർന്നു. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി.